സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അതിഥികളോട് എങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും ശ്രദ്ധിക്കുക. ഇതൊരു ഹോട്ടൽ സിറ്റുവേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് ജനറലായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളികൾ വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്തോ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്ര പൊളൈറ്റ് ആയിട്ട് തോന്നത്തില്ല. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മളെ ആരും ഇത് പഠിപ്പിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതുമായിട്ട് ഇതൊരു ഹോട്ടലിൽ ഒരാൾ വന്നു, നമ്മളോട് ചോദിക്കണം, ഹായ് ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് നമ്മളോട് ചോദിക്കണം. ആദ്യം വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കണം. നമ്മൾ പറയണം 1 second, ഐ വിൽ ബി റൈറ്റ് വിത്ത് യു. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, 1 second നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് പറയാം, വെയിറ്റ്, ഐ എം ഓൺ ദ ഫോൺ സർ. ഓക്കെ, ഞാൻ ഫോണിലാണ് സാർ. അപ്പം നമ്മൾ ചിലപ്പോൾ പൊളൈറ്റ്നെസ്സിന് വേണ്ടി നമ്മൾ എന്താണ് സർ എന്നൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ വെയിറ്റ് ലിറ്റിൽ ബിറ്റ് എന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ എന്ന് പറയും. പക്ഷേ ഇതിനകത്തെ ആദ്യത്തെ മാത്രമാണ് കൃത്യമായിട്ട് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മറ്റ് രണ്ടെണ്ണവും നമ്മൾ ഒഴിവാക്കണം. അടുത്തത്, എക്സ്ക്യൂസ് മീ, ഡു യു വർക്ക് ഹിയർ? ഓക്കെ, ഈ സിറ്റുവേഷൻ എന്താണ്? ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കണം, നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഒരാളാണോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടിയായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു തുണിക്കട നിൽക്കായിരുന്നു, കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തൊന്നും ചോദിച്ചു, ഇതിന് വേറെ ഷർട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോ? അദ്ദേഹം ഓർത്തത് ഞാൻ അവിടെ ജോലി ചെയ്യുകയാണെന്നാണ് ഓർത്തത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സംശയമുള്ള സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അല്ലേ? എക്സ്ക്യൂസ് മീ, ഡു യു വർക്ക് ഹിയർ? നിങ്ങളിവിടെ ജോലി ചെയ്യണോ? നമുക്ക് വേണമെങ്കിൽ പറയാം യെസ്. യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അല്ലെങ്കിൽ വാട്ട്, ഡു യു നീഡ് ഹെൽപ്പ്? ഓക്കെ, നമുക്ക് 3 രീതി ചോദിക്കാം, അല്ലേ? അതെ, അല്ലെങ്കിൽ അതെ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് ആവശ്യം? എന്താ, നിങ്ങൾക്ക് സഹായം വല്ലതും വേണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? പക്ഷേ ഇതിനകത്ത് രണ്ടാമത്തെയാണ് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കണം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നിങ്ങൾ ചോദിക്കുന്ന കുഴപ്പമെന്ന് ചോദിച്ചല്ലേ, അവിടെ എന്താ എന്ന് നമ്മൾ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം എന്താണ്, ഡു യു നീഡ് എനി ഹെൽപ്പ്? ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാളും പൊളൈറ്റ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളതാണ്. ഒരാൾ ഹോട്ടലിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു റിസർവേഷൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് എങ്ങനെ ചോദിക്കാം? അപ്പോൾ ആദ്യം അദ്ദേഹം എങ്ങനെയാണ് നമ്മോട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹായ്, ഐ ഹാവ് എ റിസർവേഷൻ, മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ്. ഓക്കെ, അപ്പോൾ എനിക്ക് സ്പെല്ലിങ് മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സ്പെല്ലിംഗ് അല്ലെങ്കിൽ കൂടുതൽ സ്പെല്ലിംഗ് പ്ലീസ് എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷേ അതിലും പൊളൈറ്റ് ആയിട്ടുള്ള എന്താണ്, ഷുവർ. ഹൗ ഡു യു സ്പെൽ യുവർ ലാസ്റ്റ് നെയിം? അല്ലെ ഹൗ ഡു യു സ്പെൽ യുവർ നെയിം? സ്പെൽഡ് ഹൗ? ഓക്കെ, എങ്ങനെയാണ് അത് സ്പെല്ലിംഗ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെയാണ് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, ഹോട്ടലിൽ ഒന്ന് താമസിക്കുന്നത്, എനിക്കൊരു ടാക്സി വിളിച്ചു തരാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അതേ എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു കോൾ മീ എ ടാക്സി? ഒരു ടാക്സി വിളിച്ചു തരാമോ? അദ്ദേഹത്തെ ടാക്സി എന്ന് വിളിക്കണമെന്നല്ല പറഞ്ഞത്, എനിക്കൊരു ടാക്സി വിളിച്ചു തരാമെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയണം, അല്ലേ? നമുക്ക് പല രീതിയിൽ ചോദിക്കാം. സെർട്ടൻലി, യുവർ നെയിം പ്ലീസ്. തീർച്ചയായിട്ടും ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, അല്ലേ? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുകയാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ ചോദിക്കുകയാണ്, യുവർ നെയിം, ഐ നീഡ് ടു നോ യുവർ നെയിം. അല്ലെങ്കിൽ നെയിം, എനിക്ക് നിങ്ങളുടെ പേര് അറിയേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളതാണ് അവസാനം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ രണ്ടെണ്ണവും അത്ര പൊളൈറ്റ് അല്ല. ഒന്നാമത്തെയാണ് നമ്മൾ പൊളൈറ്റ്. ആദ്യം നമ്മൾ സെർട്ടൻലി, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞല്ലേ, അതിനുശേഷമാണ് നമ്മൾ പേര് ചോദിച്ചത്. പിന്നെ പ്ലീസ് എപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തൊന്ന്, നമ്മൾ ചിലപ്പോഴൊക്കെ റൂം എടുത്തു കഴിയുമ്പോൾ നമ്മൾ പരാതി പറയാറുണ്ടല്ലോ, ഇതെന്നാ ചെറിയ റൂമാണ്, അല്ലെങ്കിൽ വന്നൊരു ഗസ്റ്റ് നമ്മളോട് പരാതി പറയാറുണ്ട്, ഓ ഇതൊരു ചെറിയ റൂമാണല്ലോ എന്ന്. അപ്പോൾ അത് എങ്ങനെ പറയും? ദിസ് റൂം ഇസ് പ്രെറ്റി സ്മോൾ. ഓ ഇതൊരു ചെറിയ റൂമാണല്ലോ. അപ്പോൾ നമുക്ക് പല രീതിയിൽ ആൻസർ പറയാം. ഒന്നാമത് പറയാം, യെസ് ദേ ആർ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഈ റൂം ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ ഈ റൂമിൻ്റെ സൈസ് എന്ന് പറയാം, അല്ലേ? ടു സ്മോൾ ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് ഇത് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നു. ടു ബാഡ്, വി ഡോണ്ട് ഹാവ് എനി അതർ റൂംസ് അവൈലബിൾ സർ. ഓ അത് മോശമാണ്, ഞങ്ങളിൽ വേറെ റൂമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് എനിത്തിങ് ബിഗർ റൈറ്റ് നൗ. നിർഭാഗ്യവശാൽ ഇതിനേക്കാളും വലിയൊരു റൂം ഞങ്ങളുടെ ഇപ്പോൾ ഇല്ല കേട്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് ഏറ്റവും പൊളൈറ്റ് ഏതാണ്? മൂന്നാമത്തേത് തന്നെയാണ്. ഇനി നമ്മുടെ ഹോട്ടലിൽ താമസിച്ച ഒരാൾ പറയണം, ഓ ഞാൻ എപ്പോൾ വന്നാലും ഈ ഹോട്ടലിലാട്ടോ താമസിക്കുന്നത്, നമ്മളൊന്ന് ഇച്ചിരി പൊക്കി പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് വേണ്ട, ഓ അങ്ങനെയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങളുടെ നല്ല ഹോട്ടലാണെന്നുള്ളത്, അല്ലേ? പല രീതിയിൽ പറയാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഐ ഓൾവേസ് സ്റ്റേ അറ്റ് യുവർ ഹോട്ടൽ വെൻ ഐ എം ഇൻ ടൗൺ. അപ്പം നമുക്ക് പറയാം, ഓ ഐ സി, ഓക്കെ അങ്ങനെയാണോ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, താങ്ക് യു, വി അപ്രീഷിയേറ്റ് യുവർ ബിസിനസ്. അല്ലെങ്കിൽ വി അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാനതിനെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സന്തോഷമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, യു റിയലൈസ് ദാറ്റ് ദിസ് ഈസ് എ ഗുഡ് ഹോട്ടൽ. ഓക്കെ, ഓ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നല്ലൊരു ഹോട്ടലാണെന്നത്. പക്ഷേ അതൊന്നുമല്ല, അവിടെ രണ്ടാമത്തെയാണ് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ളത്. ഇനി ഒരാൾ നമ്മളോട് പരാതിയായിട്ട് പറയാണ്, ഈ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറയണം. അപ്പോഴത് എങ്ങനെ പറയും? വൺ ഓഫ് മൈ ലാംപ്സ് ഈസ് നോട്ട് വർക്കിംഗ്. അല്ലെങ്കിൽ ഈസൻറ്റ് വർക്കിംഗ്. വൺ ഓഫ് മൈ ലാംപ്സ് ഈസൻറ്റ് വർക്കിംഗ്.
നമുക്ക് ഇതിന് എങ്ങനെ മറുപടി പറയാം? ഐ വിൽ ഗെറ്റ് സമ്മൺ ടു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഞാൻ ആരെങ്കിലും അങ്ങോട്ട് അയക്കാം അതൊന്ന് നോക്കാൻ വേണ്ടി എന്ന് പറയാം. അല്ലെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് മീ ടു ഡു അബൌട്ട് ഇറ്റ്? ഓക്കെ, ഞാൻ എന്നാ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ, ആ ഒരു അർത്ഥത്തിൽ അതിന് ഞാൻ എന്നാ ചെയ്യണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വുഡ് യു വാണ്ട് മീ ടു ഡു അബൌട്ട് ഇറ്റ്? ഓക്കെ, ഞാൻ എന്നാ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചോദ്യമല്ലേ. അവിടെ പൊളൈറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഒന്നാമത്തെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യും, സോറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ഗെറ്റ് സമ്മൺ ടു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇനിയിപ്പോൾ വേറെ രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മൈ എയർ കണ്ടീഷൻ ഈസ് ബ്രോക്കൺ. ഓക്കെ, ആരും പറയാണ് എയർ കണ്ടീഷൻ വർക്ക് ആകുന്നില്ല എന്നുള്ള രീതിയിൽ ഇസിന്റ് വർക്കിംഗ് പകരം ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, മൈ എയർ കണ്ടീഷണർ ഈസ് ബ്രോക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് വാസ് ഫൈൻ ദിസ് മോർണിംഗ്. ഓക്കെ, അങ്ങനെയാണോ? ഇതിൻ്റെ ഒരു കുഴപ്പമില്ല എന്നുള്ള രാവിലെ നമുക്ക് പറയത്തില്ലേ, ഡിഡ് യു ബ്രേക്ക് ഇറ്റ് സർ? ഓ, നിങ്ങളത് നശിപ്പിച്ചോ എന്നുള്ള രീതി ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഐ വിൽ ഹാവ് സമ്മൺ ലുക്ക് അറ്റ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്, ഞാൻ ആരെങ്കിലും അങ്ങോട്ട് അയക്കാം അതൊന്ന് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ അയക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.